ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിനെ പറ്റിയുള്ള ക്ലാസ് എല്ലാം കഴിഞ്ഞു, സംശയങ്ങളൊക്കെ തീർത്തു. ഇനി നമ്മൾ വേറെ സെക്ഷനിലേക്ക് പോവുകയാണ്, അതായത് കണ്ടീഷണൽ ക്ലോസസ്. കണ്ടീഷണൽ ക്ലോസസ്, CLAUSES, ക്ലോസസ് സെൻറ്റൻസസ് എന്നും മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ മറ്റെല്ലാ ഭാഷയിലും എന്ന പോലെ ഇംഗ്ലീഷിൽ 3 തരം കണ്ടീഷൻസാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ വാചകങ്ങൾ എന്നാണ്. മലയാളത്തിൽ കൃത്യമായി എങ്കിൽ, മഴ പെയ്തെങ്കിൽ ഞാൻ കുടയെടുക്കും, അതാണ് എങ്കിൽ. അപ്പം എങ്കിൽ വാചകങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസ്, ക്ലോസസ് CLAUSES അല്ലെങ്കിൽ സെൻറ്റൻസസ് എന്ന് വേണം പറയാം. അങ്ങനെ പറയാം. 3 തരത്തിലുണ്ട് ഇംഗ്ലീഷിൽ. ഒന്ന് സിമ്പിൾ, സാധാരണ സമയം, ഇഫ് ഹി കംസ് ഐ വിൽ ഗോ. രണ്ടാമത്തത് ഇമാജിനറി, ഭാവന. നമ്മൾ പറയല്ലേ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ആകാശത്തോടെ പറന്നേനെ എന്ന് പറയുന്നത്, അതാണ് വേറെ എങ്കിൽ. അപ്പോൾ അത് ഭാവനയാണ്. മൂന്നാമത്തത് ഒരിക്കലും നടക്കാത്ത കാര്യം. നടക്കാത്തതാണെങ്കിൽ നടന്നിട്ടില്ല. അതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് പോയില്ല, പഠിച്ചില്ല, ഒരു വിദ്യാഭ്യാസമൊന്നുമില്ല. ഒരു 10-50 വയസ്സായപ്പം പുള്ളി, ആ കുട്ടി വലുതായി പറയുകയാണ്, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് ഹാവ് ബിക്കം എ ഗ്രേറ്റ് പ്രൊഫസർ. അതായത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പ്രൊഫസർ ആകത്തുമില്ല. അതാണ്, എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, അത് സംഭവം നടന്നില്ല. അതാണ് ഇമ്പോസിബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ആ സെക്ഷൻ വരുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഇതിനെപ്പറ്റി പറയാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, സിമ്പിൾ കണ്ടീഷൻ. ഈ കണ്ടീഷണൽ ക്ലോസിൻ്റെ അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോക്കസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻസ് സീക്വൻസ് എന്ന് പറയും. ടെൻസ് സീക്വൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടെൻസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ടെൻസ് ഉപയോഗിക്കുന്നത്. എല്ലാ കണ്ടീഷണൽ സെൻറ്റൻസുകളിലും മിനിമം 2 സെൻറ്റൻസെങ്കിലും കാണും. ഒന്നൊരു ഇഫ് ക്ലോസ് എന്ന് പറയും, ഇഫ് വെച്ച് തുടങ്ങുക. രണ്ടാമത്തത് മെയിൻ ക്ലോസ് എന്ന് പറയും. ഇപ്പം ഇഫ് ക്ലോസ് എന്നുള്ളത് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതായത് പ്രധാനപ്പെട്ട വാക്യവും ഉപവാക്യവും. ഉപവാക്യം തുടങ്ങുന്നത് എപ്പോഴും ഇഫ് വെച്ചായിരിക്കും, പ്രധാനപ്പെട്ട വാക്യത്തിന് ഇഫ് ഇല്ലാതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഈ ആദ്യത്തെ സെൻറ്റൻസ് നോക്കി, ആദ്യത്തെ സെൻറ്റൻസ് എന്താ? ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല. അതിനകത്ത് ഇപ്പോൾ 2 സെൻറ്റൻസ് ഉണ്ട്. ഒന്നാണ് ഇഫ് സെൻറ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ഉപവാക്യം. മറ്റത് ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല എന്നുള്ളത് പ്രധാന വാക്യം. മനസ്സിലാവുന്നു? ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഉപവാക്യത്തിൽ ഏത് ടെൻസാണ്, പ്രധാന വാക്യത്തിൽ ഏത് ടെൻസാണ്. അതാണ് ടെൻസ് സീക്വൻസ് എന്ന് പറയുന്നത്. ടെൻസ് എങ്ങനെയാണ് 2 ക്ലോസസിലും അല്ലെങ്കിൽ 2 സെൻറ്റൻസിലും 2 വാക്യത്തിലും ഉപയോഗിക്കുന്നത്. ഇപ്പം സിമ്പിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇഫ്, ശ്രദ്ധിക്കണം, ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആണ്, മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് നമ്മൾ SPSF എന്ന് പറയും, ഷോർട്ട് ഫോം പറയും. SP എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റ്, SF എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ. മനസ്സിലാകുന്നു? അതാണ്. ഇപ്പം ഓരോ സെൻറ്റൻസ് എടുത്ത് നോക്കുമ്പോൾ കാണാതെ, ഇത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ നോക്കും. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല. കണ്ടോ? സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇഫ് ഹി കംസ് യു ക്യാൻ ലീവ് ദ പ്ലേസ്. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ക്യാൻ ഓൾസോ അങ്ങനെ.
3. You will pass if you work hard. No. If you work. If ക്ലോസ് അത് സിമ്പിൾ പ്രസൻറ്റ്, ഇത് സിമ്പിൾ ഫ്യൂച്ചർ. തിരിച്ചിട്ടെന്നേ ഉള്ളൂ. ആദ്യം മെയിൻ ക്ലോസ്, രണ്ടാമത് if ക്ലോസ്. The teacher will reward you if you come every day. No. ഇത് മെയിൻ ക്ലോസ് ആണ്, ഇത് തിരിച്ചിട്ടെന്നേ ഉള്ളൂ. If you come every day, the teacher will reward you എന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ മെയിൻ ക്ലോസ് എഴുതി, പിന്നെ നമ്മൾ if ക്ലോസ് എഴുതി. അഞ്ചാമത്, if the weather is fine, we will go out. ആ കാലാവസ്ഥ അതാണ്, നമ്മൾ പുറത്തു പോകും. ആറാമത്, we will enjoy outside if it shines. ഷൈൻസ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അതാണ്. അപ്പം ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും, മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അതായത് ഇനിയിപ്പോൾ ക്യാൻ ആണെങ്കിൽ ക്യാൻ ഗോ, മേ ആണെങ്കിൽ മേ ഗോ, അങ്ങനത്തെ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഈ ടെൻസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെൻറ്റൻസിലുണ്ട് രണ്ട് ക്ലോസസ്. CLAUSES എന്നാണ് ക്ലോസ്. അല്ല സെൻറ്റൻസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് ക്ലോസ് ഉള്ളപ്പോൾ ഏതിലാണ് സിമ്പിൾ പ്രസൻറ്റ്, ഏതിലാണ് സിമ്പിൾ ഫ്യൂച്ചർ? സിമ്പിൾ പ്രസൻറ്റ് എപ്പോഴും ഇഫ് ക്ലോസിലായിരിക്കും, സിമ്പിൾ ഫ്യൂച്ചർ എപ്പോഴും മെയിൻ ക്ലോസിലായിരിക്കും. സിമ്പിൾ ഫ്യൂച്ചറോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു ടെൻസ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ക്യാൻ എന്നുള്ളത്, സിമ്പിൾ ഫ്യൂച്ചർ. വില്ലിന് പകരം നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് മാത്രം. മനസ്സിലാവുന്നു? ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്തിനാണ് തിരിച്ചിട്ടെന്നറിയോ? ഓക്കെ, ഇഫ് ഇറ്റ് റെയിൻസ് കോമ, ഇഫ് ഹി കംസ് കോമ, ഇഫ് ദ വെദർ ഈസ് ഫൈൻ കോമ. കേട്ടോ? മനസ്സിലായോ? സെൻറ്റൻസ് തുടങ്ങുന്നത് ഇഫ് ക്ലോസിലാണെങ്കിൽ ഇഫ് ക്ലോസ് കഴിയുമ്പോൾ കോമ ആണ്. അതാണ് പങ്ക്ച്വേഷൻ. അതേസമയം തിരിച്ചാണെങ്കിൽ മെയിൻ ക്ലോസ് ആദ്യവും ഇഫ് ക്ലോസ് രണ്ടാമതാണെങ്കിൽ കോമ വേണ്ട. അതിനാണ് ഞാൻ ഈ രണ്ട് തരത്തിലുള്ളതും എഴുതിയിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങളല്ലെങ്കിൽ യു വിൽ പാസ് ഇഫ് യു വർക്ക് ഹാർഡ്, കോമ ഇല്ല. The teacher will reward you if you come every day, comma ഇല്ല. We will enjoy outside if it shines, comma ഇല്ല. From simple conditions. If clause ആദ്യം വരുവാണെങ്കിൽ if clause-ന് ശേഷം ഒരു കോമ ഇടണം. അതേസമയം മെയിൻ ക്ലോസ് ആണ് ആദ്യം വരുന്നെങ്കിൽ കോമ വേണം. രണ്ട് പോയിന്റ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നുള്ളൂ. ഒന്ന്, ടെൻസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ടെൻസുകൾ ഒന്നിന് പുറകെ ഒന്നായി വരുന്നത് എങ്ങനെയാണ്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ്, മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ. ഈ പങ്ക്ച്വേഷൻ്റെ കാര്യത്തിൽ അവസാനം ഫുൾ സ്റ്റോപ്പ് വേണം. പങ്ക്ച്വേഷൻ്റെ കാര്യത്തിൽ ഇഫ് ക്ലോസ് വെച്ച് തുടങ്ങിയാൽ ഇഫ് ക്ലോസിൻ്റെ അവസാനത്തിൽ ഒരു കോമ എടുക്കുക, പിന്നെ മെയിൻ ക്ലോസ് തുടങ്ങുക. അതേസമയം മെയിൻ ക്ലോസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ കോമ വേണ്ട. മനസ്സിലായി? ഇതാണ് സിമ്പിൾ കണ്ടീഷനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇമാജിനറി കണ്ടീഷൻ, ഇമ്പോസിബിൾ കണ്ടീഷൻ, ഇതൊക്കെ നമ്മൾ കാണും, അല്ലെ? നമ്മൾ അതേപ്പറ്റി സംസാരിക്കും. ഓക്കെ, ബൈ.